ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. കുഞ്ഞുങ്ങൾ നമ്മൾ വലിയ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് അവരെല്ലാവരും വളരുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങുക എന്നുള്ളത് വളരെയധികം ഒരു കടമ്പയുള്ള ഒരു കാര്യമാണ്. കാരണം താൻ പഠിച്ച സ്കൂളിൽ SLC വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു. അത് കഴിഞ്ഞാൽ അവൻ അവിടെ തന്നെയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലോ അവൻ +1 +2 വിദ്യാഭ്യാസവും അവൻ പൂർത്തിയാക്കുന്നു. ഇത് കഴിഞ്ഞ് അവൻ ഡിഗ്രിയിലേക്ക് പോകുന്നു. ഈ വഴിയിൽ അവൻ ഒരു 8ാം ക്ലാസ് കഴിഞ്ഞാൽ അവൻ അവൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ആ ഒരു സംഘം ചേരലും അവൻ്റെ ആ ഒരു പഠന താല്പര്യക്കുറവും തുടർന്ന് അവൻ്റെ ക്യാരക്ടറിലുള്ള ഒരു ചലനം അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്ര നമ്മളെല്ലാവരും കാണുന്നില്ല. ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് വന്ന് തിരിച്ച് വീട്ടിലെത്തുക എന്ന് പറഞ്ഞാൽ ടീച്ചർമാരും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും വളരെ ഭയത്തിലാണ്. ഇവിടെയാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മാർഗദർശനം, യഥാർത്ഥ വഴി കാണിച്ചു കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരായി മാറേണ്ടതിൻ്റെ ഒരു കാരണം ഇവിടെ ഞാൻ പറയുന്നത്. കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വളരുന്നതൊന്നല്ല നമ്മളുടെ ഓരോ ജീവിതവും. നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്കായി അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു പാതയിലൂടെ ആണ് അവർ സഞ്ചരിക്കുന്നതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നത് മുഴുവൻ പോസിറ്റീവായിട്ടുള്ള നല്ല ഉത്തേജകരമായിട്ടുള്ള നല്ല കാര്യങ്ങളാണ് അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് നല്ല സ്ട്രോങ്ങോടുകൂടി ധൈര്യപൂർവ്വം അവരെ നമുക്ക് പറഞ്ഞയക്കാം. പക്ഷേ എങ്ങനെയാണ് ഒരു കുഞ്ഞ് രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ ആ കുഞ്ഞിയുടെ ക്യാരക്ടർ ബിൽഡിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവനെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചെറുപ്പത്തിൽ ആ കുഞ്ഞ് വളരുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച പല മാനസിക പ്രയാസങ്ങളും ലഭിച്ചു വളർന്നതാണ് ആ കുട്ടി. സന്തോഷത്തോടു കൂടി അവൻ എങ്ങാനും കളിക്കാൻ വേണ്ടി അവൻ നമ്മളുടെ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ മഴ ഒന്ന് കൊണ്ടാൽ നമ്മൾ പറയും മഴ കൊണ്ടാൽ പനിക്കുമെന്നുള്ളത്. ആ മഴ കൊണ്ടാൽ പനിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും മഴ അവർക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ പറയും, എപ്പോഴെങ്കിലും നമ്മൾ തമാശ പറയുക സുഹൃത്തുക്കളുമായിട്ടോ ആരെങ്കിലുമായിട്ടോ ഒന്ന് ചിരിക്കുമ്പോൾ നമ്മൾ പറയും കൂടുതൽ ചിരിച്ചാൽ കൂടുതൽ കരയുമെന്ന്. അങ്ങനെ ചിരിയുടെ ആസ്വാദനവും നഷ്ടപ്പെട്ടു. പിന്നെന്താണ് നമ്മൾ അവനക്ക് കൊടുക്കുന്നത്? പഠിക്ക് നല്ല ഒരു ജോലി നേടാമെന്ന്. ഒരു പഠിക്കുന്നത് ജോലി നേടാൻ മാത്രമാണോ? അതുമാത്രമാണോ അവൻ്റെ കഴിവ്? അല്ല. ഒരു കുഞ്ഞിന് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകളെ ഒന്ന് നോക്കാൻ, ആ കഴിവുകളെ കണ്ടെത്തി അവൻ്റെ ജീവിതത്തിൽ അവനെ യഥാർത്ഥ രൂപത്തിലേക്ക് നയിക്കാൻ ഒരു മെന്റർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വഴികാട്ടി ഉണ്ടെങ്കിൽ ഏതൊരു കുട്ടിയും അവൻ്റെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കും. നമുക്കറിയാം, സന്തോഷം എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. സന്തോഷത്തോടു കൂടി ഇരിക്കണം, സമാധാനത്തോടു കൂടി ജീവിക്കണം, ഇതെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ശരി, സന്തോഷവും സമാധാനവും എവിടെയാണ്? പുറത്താണോ? നമുക്ക് വലിയ വീടുണ്ടായി കഴിഞ്ഞാൽ സമാധാനം സന്തോഷം ഉണ്ടാവും. നമുക്ക് വലിയ കാറുണ്ടെങ്കിൽ സമാധാനം സന്തോഷം ഉണ്ടാവും. നമുക്ക് ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ സമാധാനം സന്തോഷം ഉണ്ടാവും? ഒരിക്കലുമില്ല. ഇതിനെ എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യാൻ എനിക്കുള്ള അറിവ് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള തീരുമാനങ്ങൾ ഇതിനനുസരിച്ചിട്ടാണ് എന്നിലേക്ക് സമാധാനവും സന്തോഷവും വരുന്നത്. തീർച്ചയായും ഇവിടെ നമ്മളെ മക്കളെ നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡ് ലൈനോട് കൂടി അവർക്ക് ലഭിച്ച ഞാൻ കൊടുത്ത നെഗറ്റീവ് ഇഞ്ചക്ഷനുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സുകൾ ഇത് ഇവരെ മുരടിപ്പിച്ചിരിക്കുകയാണ്. ഇവരിൽ നിന്ന് നല്ല ഒരു പ്രൊഡക്റ്റീവ് കിട്ടണമെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും കഴിവുകൾ പുറത്തെടുത്ത് അവനേക്കും സമൂഹത്തിനും നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന മക്കളാക്കി മാറ്റണമെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു പാക്കേജ്, വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് അവർക്ക് കൊടുക്കണം. നമുക്ക് ഇതിനെക്കുറിച്ച് പഠിച്ച, മനസ്സിനെക്കുറിച്ച് പഠിച്ച, നമ്മളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പഠിച്ച മെൻറ്റേഴ്സിൻ്റെ കീഴിൽ അഭ്യസിക്കുന്നതിന് വേണ്ടി ഈ വരുന്ന ഡിസംബർ മാസം ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പഠനം നടത്തിയ, ഏകദേശം 35 വർഷത്തോളം പഠനം നടത്തിയ ഫൈസൽ ഇളംകുളത്തും അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷത്തോളമായി മനസ്സിനെക്കുറിച്ച് പഠനം നടത്തിയ അബ്ദുൽ വഹാബ് തിരൂരും ഒരുമിച്ച് നമ്മളെ കുട്ടികളെ ഗൈഡ് ലൈൻ ചെയ്യുകയാണ്. ഈ വരുന്ന ഈ ഡിസംബർ മാസത്ത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി
തയ്യാറാക്കുക. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഇതിനെക്കുറിച്ച് പഠിക്കാനും നിങ്ങൾക്കുള്ള അവസരമുണ്ട്. ആ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരില്ല എന്നും അതിന് വ്യക്തമായ ഗൈഡ് ലൈനും എങ്ങനെ ഇതിനെ വളർത്തണമെന്നും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അല്ലെങ്കിൽ വിദേശത്തായിരിക്കും രക്ഷിതാക്കൾ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ എങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത്, ഇത് നമ്മളുടെ സ്വത്തുക്കളായിട്ടുള്ള നമ്മളുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞുങ്ങളുടെ കാരണം കൊണ്ട് നമ്മളെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ജീവിതം നാശമായി പോകും. അതിനാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് പഠിക്കുക. അവൻ്റെ കഴിവുകൾ കണ്ടെത്തി ആ കുഞ്ഞുങ്ങളെ യഥാർത്ഥ സൗഹൃദവും യഥാർത്ഥ സ്നേഹവും ഉള്ളിൽ നിന്ന് എടുത്ത് ആ കുടുംബ ബന്ധവും അതോടൊപ്പം തന്നെ അവൻ്റെ സാമൂഹിക മേഖലകളും അവൻ്റെ പഠന മേഖലകളും എല്ലതും ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കുഞ്ഞായിട്ട് അവരെ ഓരോരുത്തരെയും നമുക്ക് മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും കഴിയും. നമ്മൾ നീന്തൽ പഠിച്ചതുപോലെ, നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചതുപോലെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഒരു ഗൈഡൻസ് ലഭിച്ചാൽ, അല്ലെങ്കിൽ അവനക്ക് എന്തെങ്കിലും ഒരു മാനസിക പ്രയാസം വന്നാൽ അതിന് വ്യക്തമായി പറയാനുള്ള, ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദിയും ഒരു സുഹൃത്ത് ബന്ധങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ട് അവനക്ക് വളരാനും അവൻ്റെ അകത്തുള്ള എല്ലാ കഴിവുകളും പുറത്തെടുത്ത് ഒരു ഉത്തമ പൗരനായിട്ട് എന്താണോ നമ്മളെ നാടിനും സമൂഹത്തിനും അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ലഭിച്ച് അവനൊരു ഉത്തമ മനുഷ്യനാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഈ ഉദ്യമത്തിന് കൂടെ ചേരുക. താങ്ക് യു.